മാംഗല്യം. ജാനി പറയുന്ന കേട്ട മാത്രേ തന്നെ ജഗൻ അവളെ രൂക്ഷമായി നോക്കി. എന്താടി? അവനൊരു പുരുവയർത്തിക്കൊണ്ട് അവളെ നോക്കി. എന്ത്? ജാനിയുടെ മുഖവും ചുളിഞ്ഞു. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? അവൻ ചോദിച്ചു. ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾക്കെന്താ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഞാൻ എന്തു പറഞ്ഞാലും അതൊന്നും ഒരിക്കലും നിങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല. മേലിൽ എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കുകയും വേണ്ട. നിങ്ങളോട് മിണ്ടാൻ പോലും എനിക്ക് താല്പര്യമില്ല. അതും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന മതിയാക്കി അവൾ ഉമ്മറപ്പടികളിൽ കയറി പൂമുഖത്തേക്ക് വന്നു. മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്. എന്നിട്ടും ഉള്ളിലെ വിഷമങ്ങൾ മറച്ചുവെച്ച് എല്ലാവർക്കും മുമ്പിൽ വന്നു നിന്നു. ഉമ്മറപ്പടിയിലിരുന്ന് അലസമായി മുറ്റത്തേക്ക് നോക്കിയിരിക്കുകയാണവൾ. കണ്ണുകൾ രണ്ടും മുറ്റത്തേക്കാണെങ്കിലും മനസ്സ് മറ്റെവിടെയോ ആണ്. ആ സായം സന്ധ്യയിൽ കുങ്കുമവർണ്ണമാർന്ന അന്തരീക്ഷത്തിൽ എങ്ങു നിന്നോ വന്ന പേരറിയ പൂവിന്റെ വല്ലാത്തൊരു തരം മനം മയക്കുന്ന സൗരഭ്യം അവിടെ മാകെ വ്യാപിച്ചു. അത്രമേൽ സുഖമുള്ള ആ ഗന്ധം നുകർന്നുകൊണ്ട് പൂമുഖത്തെ തൂണിൽ പിടിച്ച് ജാനി നിന്നു. ഇന്നലെ ഈ നേരത്ത് എത്ര സന്തോഷത്തോടെയാണ് താൻ ഈ കോവിലകത്ത് വന്ന് നിന്നത്. ഒരൊറ്റ രാത്രി കൊണ്ടാണ് തന്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. പിന്നിൽ നിന്നുയർന്നു കേട്ട മിഥുവിന്റെ ശബ്ദമാണ് അവളെ ഓർമ്മകളിൽ നിന്നും പിന്നോട്ട് വലിച്ചത്. കാവിന്റെ ഭാഗത്ത് നിൽക്കുന്ന പാരിജാതം പൂത്തും തോന്നുന്നു അല്ലേ മുത്തശ്ശി? ഇത് നല്ല മണം വരുന്നു. ഉമ്മറപ്പടിയിൽ സേതുനാഥനും ഭാര്യയുമുണ്ട്. അവരോടായിട്ടാണ് മിഥു ചോദിക്കുന്നത്. മൂക്ക് വിടർത്തി സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് മുത്തശ്ശി അവൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ഓവ് കുട്ടിയെ, പാരിജാതം പൂത്തേക്കണോ? നല്ല മണം വരുന്നുണ്ട്. പാരിജാതം പൂക്കുമ്പോൾ വിവാഹം നടന്നാൽ ഇനിയുള്ള 7 ജന്മത്തിലും അവർക്ക് പരസ്പരം ഒന്നാകാമെന്നാണ് പഴമക്കാർ പറയുന്നത്. മുത്തശ്ശി കൂട്ടിച്ചേർത്തു. പണ്ടിവിടെ അച്ഛനുള്ള കാലത്ത് പറയുന്നതാ. അന്നൊക്കെ മംഗല്യം കഴിഞ്ഞു വരുന്ന പെൺകുട്ടികൾ നോമ്പ് നോറ്റിരിക്കും ആ പാരിജാതം ഒന്ന് വിരിയാനായി. മുത്തശ്ശി പഴമയെ തേടി പോയപ്പോൾ അതൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത പോലെ ജാൻവി അകത്തേക്ക് കയറി. മുകളിലേക്കുള്ള പടികൾ പാതി കയറി തുടങ്ങിയ സമയത്താണ് പാർവതി അവളെ പിന്നിൽ നിന്ന് വിളിച്ചത്. പാതി കയറിയ പടിക്കെട്ടുകൾ തിരികെ താഴേക്കിറങ്ങി പാർവതിക്കടുത്തേക്ക് അവൾ ചെന്നു. എല്ലാവരുടെയും കാണുക മിണ്ടുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പാർവതിക്ക് തന്നോട് ഒരു അതൃപ്തിയുണ്ടെന്ന് ജാൻവിക്ക് മനസ്സിലായി. നോക്കൂ കുട്ടി, ഇവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. അത് നിർബന്ധമായും വിവാഹം കഴിഞ്ഞു വരുന്ന പെൺകുട്ടികൾ പാലിക്കണം. നിങ്ങളുടെ കല്യാണം നടക്കാനുണ്ടായ സാഹചര്യം അതേതാണെങ്കിലും ഇവിടുത്തെ രീതികളൊക്കെ പാലിച്ചുകൊണ്ട് വേണം ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ടു പോകാൻ. പ്രത്യേകിച്ച് മുഖവരിയില്ലാതെ പാർവതി പറഞ്ഞു തുടങ്ങി. എന്താണെന്ന അർത്ഥത്തിൽ അവൾ പാർവതിയെ നോക്കി. മറ്റൊന്നുമല്ല, ഇന്ന് നിങ്ങളുടെ ആദ്യരാത്രിയല്ലേ? മുത്തശ്ശി തരുന്ന സെറ്റെടുത്ത് ആടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് കയ്യിൽ നിറഞ്ഞ പാൽ ഗ്ലാസുമായി വേണം ജഗന്റെ മുറിയിലേക്ക് പോകാൻ. ജാൻവി ഒന്ന് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിട്ടു. ഇതെന്തൊക്കെയാണ് ഇവർ പറഞ്ഞു കൂട്ടുന്നത്? വീണ്ടും സെറ്റെടുക്കണോ എന്ന ചിന്ത അവളെ ആശയക്കുഴപ്പത്തിലാക്കി. സത്യം പറഞ്ഞ അവൾക്ക് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. അത് ആ മുഖത്ത് പ്രകടമാകുകയും ചെയ്തു. പാർവതിക്കും അത് നല്ലോണം മനസ്സിലായി. നോക്ക് ജാൻവി, ഇവിടുത്തെ ആചാരങ്ങൾ എന്തായാലും അത് പിന്തുടരുന്നവരാണ് ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും. നയോമിയോട് ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തതാ. ആ കുട്ടിക്ക് അതൊക്കെ അംഗീകരിക്കാനും പറ്റി. അതുകൊണ്ടാണ് അവൾ ജഗന്റെ ഭാര്യയാവാനായി സമ്മതം മൂളിയതും. നയോമിയെ മറക്കുവാൻ പാർവതിക്ക് സാധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് കൂടെ കൂടെ അവർ ഇതുതന്നെ പറയുന്നു. എല്ലാം കേട്ട് നിൽക്കുവാൻ മാത്രമേ ജാൻവിക്കും കഴിഞ്ഞുള്ളൂ. അത്താഴം കഴിച്ചിട്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നോളൂ. ആമാടപ്പെട്ടി മുത്തശ്ശിയുടെ അലമാരിയിലാണ് ഇരിക്കുന്നത്. ഇന്നത്തെ ദിവസം മുത്തശ്ശിക്ക് അതൊക്കെ ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. ചടങ്ങുകളൊക്കെ അതിൻ്റെ മുറിക്ക് തന്നെ നടക്കണം. അതുകൊണ്ട് ജാൻവി എതിർത്തു പറയാൻ നിൽക്കരുത്. പാർവതി പറഞ്ഞു നിർത്തിയപ്പോൾ ഇനി താൻ കൂടുതലൊന്നും ഓർത്തിട്ട് യാതൊരു കാര്യവുമില്ല എന്ന മട്ടിൽ ജാൻവി അവരെ നോക്കി തലകുലുക്കി. ചെന്നിട്ട് ഈ വേഷം മാറ്റിക്കോളൂ. തലയാട്ടിക്കൊണ്ട് തിരികെ മുകളിലെ മിഥുവിന്റെ മുറിയിലേക്ക് തന്നെ ജാൻവി കയറിപ്പോയി. മിഥു താഴെ ചെറിയമ്മയുടെ കൂടെ എന്തൊക്കെയോ സംസാരിച്ചു നിൽപ്പുണ്ട്. ജാൻവി കയറിപ്പോയതൊന്നും അവൾ കണ്ടിരുന്നില്ല. മുറിയിലെത്തിയ ശേഷമാണ് ജാൻവിക്ക് ആശ്വാസമായത്. മിഥുവിന്റെ മുറിയിലെ ജനലിൽ പിടിച്ച് പുറം കാഴ്ചകളിലേക്ക് കണ്ണുനട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളം പുകഞ്ഞുകൊണ്ടിരുന്നു. ജീവിതം തന്നെ ഏതൊക്കെ വഴികളിൽ കൂടിയാണ് കൊണ്ടുപോകുന്നത് എന്ന് യാതൊരു ഊഹവും അവൾക്കില്ലായിരുന്നു. മാനസിയുടെ ശാപവാക്കുകൾ ഓർക്കുമ്പോൾ
അവൾക്ക് ഹൃദയം നിലച്ചു പോകുന്ന അവസ്ഥയായി. വിശ്വനാഥിന്റെയും വൈഭവിന്റെയും നയോമിയുടെയും ഒക്കെ ദേഷ്യത്തിനും പകയ്ക്കും കാരണക്കാരി താൻ മാത്രമാണെന്ന് അവൾ ഓർത്തു. ദേഹത്ത് ചൂട് അസഹനീയമായപ്പോഴാണ് ഇത്രയും നേരം ഉടുത്തുകൊണ്ടു നിന്ന സെറ്റുമുണ്ടിനെക്കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നത്. പെട്ടെന്ന് തന്നെ മുറിയുടെ വാതിലടച്ചുകൊണ്ട് ജാൻവി സെറ്റുമുണ്ടുമെല്ലാം വലിച്ചൂരിക്കളഞ്ഞു. പകരം ഒരു ലൂസ് പാൻറ്റും ബനിയനും എടുത്തിട്ടു. സ്വർഗം കിട്ടിയതുപോലെ ഒരു സുഖം തോന്നി അവൾക്ക്. പിന്നെ പതിയെ മിഥുവിന്റെ ബെഡിലേക്ക് തന്നെ ഒന്ന് കിടന്ന് ജാൻവി. അവൾക്ക് വല്ലാത്ത ക്ഷീണവും ഉണ്ടായിരുന്നു. ഇത്തിരി നേരം വെറുതെ കിടന്നു. ക്ഷീണവും ചൂടും പരവശവും ഒക്കെ കാരണം. അതുകൊണ്ട് തന്നെ കിടന്ന പാടെ ജാൻവി പാതി മയങ്ങിപ്പോയി. അവളൊന്ന് മയങ്ങി വന്ന സമയം കൊണ്ട് മിഥു റൂമിലേക്ക് കയറി വന്നു. ജാൻവി, നീ ഉറങ്ങിയോ? മിഥു ജാനിയെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് ഇല്ല, ഞാൻ വെറുതെ ഒന്ന് കിടന്നതേ ഉള്ളൂ. മയക്കത്തിൽ നിന്ന് ഉണർന്ന് അവൾ പറഞ്ഞു. എണീറ്റ് വാടി, നിനക്ക് വിശക്കുന്നില്ലേ? എല്ലാവരും അത്താഴം കഴിക്കാനിരുന്നു. അമ്മ നിന്നെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞയച്ചു തന്നെ. എല്ലാവരും നിന്നെ കാത്തിരിക്കോ പെണ്ണെ? ഞാൻ വരാം മിഥു. തീർത്തും പതിഞ്ഞ സ്വരത്തിൽ ജാനിയത് പറഞ്ഞതും മിഥു അവൾക്കരികിലേക്ക് ചെന്ന് ജാൻവിയുടെ മുഖം കൈക്കുമ്പിളിൽ പിടിച്ചുയർത്തി. എന്തു പറ്റി ജാനി? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ജാനി മറുപടി പറയുന്നതിനു പകരം മിഥുവിനെ ഒന്ന് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതിലുണ്ടായിരുന്നു മിഥുവിനുള്ള മറുപടി. നീ ഇങ്ങനെ ഏത് സമയത്തും മൂടിയായിട്ടിരിക്കല്ലേ ജാനി. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങളുടെ തെറ്റുകൊണ്ടല്ലെങ്കിൽ പോലും ചിലപ്പോൾ നിനക്ക് വിധിച്ചത് എന്റെ ഏട്ടനായിരിക്കും. തികച്ചും ലാഘവത്തോടെ മിഥു അത് പറഞ്ഞപ്പോൾ ജാനിക്ക് അവളോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നിപ്പോയി. ജാനിയുടെ നോട്ടം കണ്ടപ്പോൾ മിഥുവിനും തോന്നി താൻ പറഞ്ഞത് ഇത്തിരി കടുപ്പമായി പോയിന്ന്. നീ ഇപ്പൊ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കണ്ട. വേഗം എഴുന്നേറ്റ് വാ, നമുക്ക് ആഹാരം കഴിക്കാം. മിഥു പറഞ്ഞപ്പോൾ അലസതയോടെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ജാനി. പോയി മുഖം കഴുകിയിട്ട് വാടി. മിഥു അവളെ വാഷ്റൂമിലേക്ക് പറഞ്ഞയച്ചു. ജാനി ചെന്നിട്ട് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായിട്ട് ഇറങ്ങി വന്നു. പിന്നെ പതിയെ മിഥുവിനൊപ്പം അവൾ താഴേക്ക് നടന്നു. ആ വലിയ ഡൈനിങ് ഹാളിൽ ആ വീട്ടിലെ അംഗങ്ങൾ ഓരോരുത്തരായി വന്നിരുന്നു. ജഗന്റെ അരികിൽ ഒരു സീറ്റ് തനിക്കായി ഒഴിച്ചിട്ടിരിക്കുന്നത് ജാനി കണ്ടു. അവൾ പക്ഷെ അവിടെ ഇരിക്കാതെ കുറച്ചപ്പുറം മാറി മിഥുവിനരികിലായി വന്നിരുന്നു. ഇവിടെ വന്നിരിക്കു ജാനി. ജഗന്റെ ഗർജനം കേട്ട് ജാനി മുഖമുയർത്തി. നിന്നോട് ഇവിടെ വന്നിരിക്കാനാ പറഞ്ഞേ. തന്റെ അരികിലായി കിടന്ന കസേര അല്പം ഒന്ന് നീക്കിക്കൊണ്ടവൻ വീണ്ടും ആവർത്തിച്ചു. അവനെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് ജാനി ജഗന്റെ അരികിലായി വന്നിരുന്നു. നാളെ കാലത്തെ പണിക്കരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ അറിയാലോ അല്ലേ? മുത്തശ്ശി ചോദിച്ചതും ജാനി തലകുലുക്കി. അഥവാ ഈ കുട്ടികളുടെ നാള് ചേരില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? അതുകൊണ്ട് അമ്മ ഇത്ര ധൃതി കൂട്ടിയിട്ട് കാര്യമില്ലായിരുന്നു. രാമനാഥൻ പറയുകയാണ്. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ രാമ. എന്തായാലും പണിക്കര് വരട്ടെ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കാം. പത്മജാമി ഇരിപ്പിടത്തില് ഒന്ന് ഇളകിയിരുന്നു. ജഗന്റെ നാള് പൂരാണ്. ഈ കുട്ടിയുടെ നാള് രേവതിയും. ചേർച്ചയുള്ള നാളാണെന്നാണ് എനിക്ക് തോന്നേ. പാർവതി പറഞ്ഞപ്പോ ആരും തന്നെ അഭിപ്രായം ഒന്നും രേഖപ്പെടുത്താൻ പോയില്ല. ജഗൻ അവന്റെ പ്ലേറ്റിലേക്ക് 3 ചപ്പാത്തി എടുത്തു വെച്ചു. ശേഷം 3 എണ്ണം ജാൻവിക്ക് കൂടി എടുത്തു. പെട്ടെന്ന് അവൾ ജഗന്റെ കയ്യിൽ കയറി പിടിച്ചു. എനിക്ക് 1 എണ്ണം മതി. അവൾ പതിയെ ചുണ്ടനക്കി. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ 3 എണ്ണവും കൂടി അവളുടെ പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചു. അത് കഴിക്കു കുട്ടി. ആകെ കൂടി ഇത്തിരിയേ ഉള്ളൂ. ഒപ്പം നടക്കുമ്പോൾ ജഗന് നാണക്കേടാവും. ഗായത്രി ചെറിയമ്മ പറയുന്ന കേട്ട് മിഥു ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ജാനിക്ക് സത്യത്തിൽ നല്ല ദേഷ്യം വന്നു. ഇത്രയൊന്നും താൻ കഴിക്കാറില്ല. പിന്നെ എന്തിനാണ് ജഗൻ ഇതെല്ലാം കൂടി തന്റെ പ്ലേറ്റിലേക്ക് കുത്തിക്കയറ്റി വെച്ചത്? ശരിക്കും അവൾക്ക് ദേഷ്യമാണ് തോന്നിയത്. പതിയെ സാവധാനത്തിലാണ് ജാനി ഭക്ഷണം കഴിച്ചത്. കുട്ടി, കഴിച്ച ശേഷം റൂമിലേക്ക് വരണം കേട്ടോ. ചടങ്ങുകളൊക്കെ പാർവതി പറഞ്ഞു തന്നില്ലേ? മുത്തശ്ശി ചോദിച്ചതും അവൾ തലകുലുക്കി. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന് ജഗൻ ഉച്ചത്തിൽ ചോദിച്ചു. ആവശ്യമുണ്ട്. കോവിലകം ഉള്ളിടത്തോളം കാലം അതിലൊന്നും യാതൊരു മാറ്റവും വരുത്തത്തില്ല. മുത്തശ്ശി തീർപ്പ് കൽപ്പിക്കും പോലെ പറഞ്ഞു നിർത്തി. മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ജഗൻ അവന്റെ ദേഷ്യം നിയന്ത്രിച്ചു. അങ്ങനെ എല്ലാവരും ഒത്ത് ആഹാരമൊക്കെ കഴിച്ച് എണീറ്റ ശേഷം ജാനി മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു. കുഴമ്പിന്റെയും തൈലത്തിന്റെയും ഒക്കെ ഒരു സമ്മിശ്ര സുഗന്ധമായിരുന്നു ആ മുറിയിൽ നിറഞ്ഞു നിന്നത്. വരൂ, മുത്തശ്ശി അവളെ കൈകാണിച്ചു വിളിച്ചു. സ്വർണ്ണ കസവിന്റെ ഒരു സെറ്റുമുണ്ടും അവർ അവൾക്കായി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചുറ്റാനറിയോ? ചോദിച്ചതും ഇല്ലെന്ന് അവൾ ചുമൽ ചലിപ്പിച്ചു. അപ്പോഴാണ് ഗായത്രി ചെറിയമ്മ അവിടേക്ക് കയറി വന്നത്. ഗായത്രി, ഒന്ന് സഹായിക്കൂട്ടോ.
നേരിയത് ചുറ്റാൻ വശമില്ലാത്രേ. മിതു ഇപ്പൊ വരും. ജാൻവിക്ക് ബ്ലൗസ് എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോയതാ. പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ മിതു മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു. കോഫി ബ്രൗൺ നിറമുള്ള ഒരു സിൽക്ക് ബ്ലൗസ് അവളുടെ കയ്യിലുണ്ടായിരുന്നു. ജാൻവി അതും മേടിച്ചുകൊണ്ട് മുറിയോട് ചേർന്നുള്ള ഒരു ചെറിയ ഇടനാഴിയിലേക്ക് പോയി. അവിടെ നിന്നാണ് അവൾ ബ്ലൗസ് ഇട്ടത്. ഗായത്രി ചെറിയമ്മ അപ്പോഴേക്കും നേരിയതിന്റെ തുമ്പെടുത്ത് അടുക്കുകൾ തീർത്തു. അലമാര തുറക്കുന്ന ശബ്ദവും ആഭരണങ്ങളുടെ ചെറിയ മടിക്കിൽക്കവുമൊക്കെ ജാനിയുടെ കാതുകളിൽ മുഴങ്ങി. ഗായത്രിയാണ് അവളെ സെറ്റുടിപ്പിച്ചത്. ഒരു ലക്ഷ്മിമാലയും ജിമുക്കിക്കമ്മലും വീതി കാപ്പുകളും ഒക്കെ മുത്തശ്ശി അവൾക്കായി നൽകി. നിറയെ അലക്കുകൾ തീർത്ത പാദസരം അവളുടെ വെളുത്ത് കൊലുന്നനെയുള്ള പാദത്തിൽ അണിയാൻ വേണ്ടി അവർ കൊടുത്തു. മടിയോടെയാണ് ജാൻവി അത് വാങ്ങിയത്. എന്നാൽ അതെല്ലാം അണിഞ്ഞപ്പോ അവളൊരു അസൽ തമ്പുരാട്ടിക്കുട്ടിയായിരുന്നു. കണ്ണിമിക്കാതെ മിതുവും ഗായത്രിയും അവളെ നോക്കി നിന്നു. അവളുടെ മുടിയിലേക്ക് ഒരു മുഴം മുല്ലപ്പൂ കൂടി ചൂടിക്കൊടുത്തുകൊണ്ട് ഗായത്രി ആ കവളിൽ മെല്ലെയൊന്ന് ഓമനിച്ചു. കുങ്കുമം കൊണ്ട് നെറ്റിത്തടത്തിൽ ഒരു വട്ടപ്പൊട്ട് തൊട്ടു. അവളുടെ മിഴികളെ കരിയെഴുതി. ഈ കുട്ടിക്ക് ഇത്രയ്ക്ക് അഭൗമമായ സൗന്ദര്യം ഉണ്ടായിരുന്നുവെന്ന് പത്മജാമയും ഓർത്തുപോയി. പാർവതിയാണ് പാലുമായി വന്നത്. തന്റെ മുമ്പിൽ നിൽക്കുന്ന ജാൻവിയെ കണ്ടതും പാർവതിക്കും അമ്പരപ്പ്. കോവിലകത്ത് ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയില്ലെന്ന് അവരും മനസ്സിലോർത്തു. പാൽ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ജഗൻ മുകളിലേക്ക് പോയിരിക്കുന്നു, കുട്ടി ചെന്നോളൂ. പാർവതി പറഞ്ഞതും ജാൻവി മെല്ലെ തലകുലുക്കി. മിടിക്കുന്ന ഹൃദയത്തോടെ അവൾ ഓരോരോ പടികൾ കയറി മുകളിലേക്ക് പോയി. ജഗന്റെ റൂമിന്റെ വാതിൽക്ക് ചെന്നതും പാവം ജാനിക്ക് താൻ എവിടെയെങ്കിലും കുഴഞ്ഞു വീഴുമോ എന്ന് പേടിയായിരുന്നു. ഇടം കൈകൊണ്ടവൾ വാതിലെ കൊട്ടി. അല്പനിമിഷങ്ങൾ കഴിഞ്ഞതും വാതിൽ തുറക്കപ്പെട്ടു. ജാനി നോക്കിയപ്പോ രൗദ്രഭാവത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന ജഗനെയായിരുന്നു അവൾ കണ്ടത്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിൽക്കുകയാണ്. അകത്തേക്ക് കയറി വരാൻ നിനക്ക് താലപ്പൊലി വേണോടി എന്ന് അവൻ ഗർജിച്ചു. തുടരും. ഇന്നലെ അപ്ലോഡ് ചെയ്തതാ, ഇപ്പോഴാ കംപ്ലീറ്റ് ആയത്. പരിണയം 2 മണിക്കിടാട്ടോ.